ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മ സീക്രട്ട് റെസിപ്പിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു വെസ്റ്റേൺ റെസിപ്പിയായ ഡെവിൽഡ് എഗ് അല്ലെങ്കിൽ സ്റ്റഫ്ഡ് എഗ് വളരെ എളുപ്പത്തിൽ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. ഇനി ഈ റെസിപ്പിയിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ 6 മുട്ട എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ മയോണൈസ്, 1 ടീസ്പൂൺ മസ്റ്റാർഡ് പേസ്റ്റ്, പഞ്ചസാര, വിനീഗർ, 1/2 ടീസ്പൂൺ സാൾട്ട്, 1 ടേബിൾ സ്പൂൺ കറി ലീവ്സ് ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി പപ്രിക്ക പൗഡർ അല്ലെങ്കിൽ ചില്ലി പൗഡർ യൂസ് ചെയ്താലും മതി. ആദ്യം നമുക്ക് മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കണം. ഇവിടെ ഒരു പാനില് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് മുട്ട വെച്ച് കൊടുക്കണം. മുട്ട നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്താൽ മുട്ട അങ്ങ് പൊട്ടും. അതുകൊണ്ട് ഇതുപോലൊരു തവിക്കകത്ത് ഇങ്ങനെ മുട്ട വെച്ച് നമ്മളൊന്ന് ഇറക്കി വെച്ച് കൊടുക്കണം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് ഒരു 14 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുമ്പം നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ മുട്ട പുഴുങ്ങി കിട്ടും. ഇപ്പോൾ ഒരു 14 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഈ മുട്ട തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ മുട്ട തണുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ തോട് കളഞ്ഞെടുക്കാം. മുട്ട വെള്ളത്തിലേക്കിട്ട് നമുക്കിനി മാറ്റി വെക്കാം. ബാക്കിയുള്ള മുട്ടയെ നമുക്ക് ഇതുപോലെ തോട് കളഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഈ മുട്ടയൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത് ഇതിൻ്റെ മഞ്ഞ ഭാഗവും വെള്ള ഭാഗവും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയെടുക്കണം. അങ്ങനെ 6 മുട്ടയുടെയും മഞ്ഞ ഭാഗവും വെള്ളയും നമുക്ക് വേർതിരിച്ചെടുക്കാം. ഇനി ഈ എഗ് യോക്ക് എല്ലാം കൂടി നമുക്ക് നല്ലതായിട്ട് ഒരു ഫോർക്ക് വെച്ച് ഇങ്ങനെ മിക്സ് ചെയ്യണം. നല്ലതായിട്ട് ഇതങ്ങ് ഉടച്ചെടുത്ത ശേഷം ഇതിലേക്ക് മയോനൈസും മസ്റ്റാർഡും വിനീഗറും പഞ്ചസാരയും സോൾട്ടും കറി ലീവ്സും ഒണിയനും എല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഞാൻ ഇതൊരു ഐസിംഗ് ബാഗിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അല്ലാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സ്പൂൺ കൊണ്ട് വേണമെങ്കിലും ഇത് മുട്ടയിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിങ്ങനെ മുട്ടയുടെ വെള്ള ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി പപ്രിക്ക പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. പപ്രിക്ക പൗഡർ ഇല്ലെങ്കിൽ ചില്ലി പൗഡർ ആയാലും ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഡെവിൽഡ് എഗ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്.